പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച MES കോളേജ് കൊച്ചി AICTE അംഗീകാരവും MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BCom മാർക്കറ്റിംഗ്, BBA, BCA, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു. യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. Contact 0484298067 7902980067. ഗാന്ധി പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഖാദി ചലഞ്ച് സംഘടിപ്പിച്ചു. ഗാന്ധിജി ഖാദി ധരിച്ചതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഖാദി വസ്ത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചത്. ഖാദി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ വരുന്നത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി 24 വയസ്സുള്ളപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ പോവുകയും ഏതാണ്ട് 25 വർഷം ദക്ഷിണാഫ്രിക്കയിൽ സേവനമനുഷ്ഠിച്ചപ്പോഴാണ് വർണ്ണവിവേചനം എന്തെന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം 45 വയസ്സിൽ അദ്ദേഹം ഇന്ത്യയിൽ വരികയും ഇന്ത്യയിൽ വന്നപ്പോഴാണ് ബ്രിട്ടീഷുകാർ നമ്മളെ ഇന്ത്യയെ ഭരിക്കുന്ന സ്ഥിതി വന്നപ്പോൾ നമ്മളുടെ പരുത്തി ഉൽപ്പന്നങ്ങളും എല്ലാം വിദേശത്തോട്ട് കൊണ്ടുപോയി വിദേശത്ത് നിന്ന് വിദേശ വസ്ത്രങ്ങൾ ഇവിടെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ സ്വയം പര്യാപ്തത നേടുന്നതിനും ആ പ്രസ്ഥാനം ഇന്ത്യയിൽ നിലനിർത്തുന്നതിനും വേണ്ടി ഖാദി വസ്ത്രങ്ങൾ ഇവിടെ നെയ്യുകയും അതിനാദ്യമായിട്ട് അദ്ദേഹം ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ ഖാദിക്ക് വേണ്ടി ഒരു നെയ്ത്തുശാല രൂപീകരിക്കുകയും അതിലാണ് ചർക്കയിൽ നിന്ന് പഞ്ഞിയിൽ നിന്ന് നൂൽ നൂൽക്കുകയും കൈത്തറി. ഗാന്ധി വിചാരധാര, സർവോദയ മണ്ഡലം, ഏകതാ പരിഷത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുന്ന ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോയത്. ആ നടപടി തുടർന്ന് വന്നപ്പോൾ ഇന്ത്യയിൽ ആകെ 3 കാര്യങ്ങളാണ് ഏകീകൃതമായിട്ടുണ്ടായത്. ഇന്ത്യയിലെ നോട്ടുകൾ, അളവ് തൂക്കങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്ത്യൻ വസ്ത്രങ്ങളിലായ ഖാദി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഖാദി വസ്ത്രമാണ്. ആ ഖാദി വസ്ത്രത്തിൻ്റെ നിലപാട് നിലനിർത്തിക്കൊണ്ട് സാധാരണക്കാരായ തൊഴിലാളികളുടെ ഭക്ഷണം, വസ്ത്രവും നിലനിർത്തുന്നതിന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഈ തൊഴിലാളികളെ നിലനിർത്തുന്നതിന് ഏറ്റവും ഖാദി മേഖല ഇന്ന് ഏറ്റവും അധികം പ്രശ്നങ്ങൾ നേരിടുന്നൊരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. അവരെ സംരക്ഷിക്കുവാനും അതിൽ നിൽക്കുന്ന എല്ലാ എംപ്ലോയീസിനെയും സംരക്ഷിക്കുവാനും എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഖാദി പ്രൊമോഷന് കൂടുതൽ ഊന്നൽ നൽകേണ്ടതാണ്. എല്ലാവരും ഖാദിയുമായി സഹകരിച്ച് മുന്നോട്ട് പോവേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, പറവൂർ.